ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യുന്ന സമയത്ത് ECM അടിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അതിന് പകരമായിട്ട് എൻജിൻ റൂം വാഷ് ചെയ്തും കാണിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം സെലീറിയോ ഞാൻ വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും പലരും പറയുന്നൊരു കാര്യമാണ്, വാഷ് ചെയ്യരുത്, വാഷ് ചെയ്താൽ ECM പോവും. ശരിയാണോ? 100% ശരിയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ECM പോകും. അതായത് ഇതുപോലൊരു എൻജിൻ റൂം, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാഹനത്തിൻ്റെ, അതായത് ഒരു ഡീസൽ വാഹനമാണ്. ഡീസൽ വാഹനം വാഷ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല എന്നുള്ളത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ഇതും ECM ഒക്കെ വരുന്നൊരു വാഹനം തന്നെയാണ്. 2003 മോഡൽ വാഹനമാണ്. ഒരു CRDI 3 സിലിണ്ടർ വാഹനമാണ്. ഓട്ടോറിറ്റീസ് അത് പൊക്കോട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ വാഷ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു എൻജിൻ റൂം വാഷ് ചെയ്യുമ്പോൾ ECM കംപ്ലയിൻറ്റ് വരുന്നത്? ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഇതുപോലെ ഫേസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ പ്രാക്ടിക്കൽ കാര്യം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇതൊരു എയർ ഫിൽറ്ററിൻ്റെ കേസാണ്. നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു എയർ ഫിൽറ്റർ കേസാണ്. ഇതൊരു പ്ലാസ്റ്റിക് അഥവാ ഒരു ഫൈബർ പാർട്ടാണ് വരുന്നത്. ECM പല ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. ECMൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ചില വാഹനങ്ങളുടെ ECM ഈ എൻജിൻ റൂമിൽ തന്നെയായിരിക്കും വരുന്നത്. അങ്ങനെ എൻജിൻ റൂമിൽ വരുന്ന ECM ആണെങ്കിലും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കമ്പോണൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾ എൻജിൻ റൂം വാഷ് ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിച്ചോണം. എൻജിൻ റൂം വാഷ് ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ, അതായത് ഒരു 5-6 വർഷം ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി വാഷ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത്രയും ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഈ ഒരു എൻജിൻ റൂം ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും ഹീറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വരുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫൈബർ പാർട്സ് എല്ലാം നല്ല ഹീറ്റായി ചെറിയ രീതിക്കെങ്കിലും ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ക്രാക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ പൊട്ടലൊക്കെ, മൈന്യൂട്ടായിട്ടുള്ള പൊട്ടൽ, അതായത് ചെറിയ ക്രാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിനിടയ്ക്കൂടെ വെള്ളം ഇറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് എൻജിൻ റൂം വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ഥിരം എൻജിൻ റൂം വാഷ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സെലീറിയോ ഞാൻ വാഹനം എടുത്ത കാലഘട്ടം തൊട്ട് എൻജിൻ റൂം വളരെ വൃത്തിയായിട്ട് വാഷ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ വാഷ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കമ്പോണൻസിലും, അതായത് എല്ലാ പാർട്സിലും വെള്ളം ചെല്ലുന്നുണ്ട്, അത് എയർ അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് പോളിഷും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഈ പ്ലാസ്റ്റിക് കമ്പോണൻസ്, അതായത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാർട്സിലൊന്നും പ്രശ്നം വരത്തില്ല. ECM കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ, ചിലത് പ്ലാസ്റ്റിക് കവേർഡ് ആയിരിക്കും, മെറ്റൽ ബോഡി ഉണ്ട്. ഈ പറയുന്ന മെറ്റൽ ബോഡിയിലും ഹീറ്റ് അടിച്ചോ അല്ലെങ്കിൽ ചെറിയ രീതിക്ക് എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളൊക്കെ വന്ന് ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ ECM അടിച്ചു പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നത്. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നിങ്ങൾക്ക് എൻജിൻ റൂം വാഷ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ എൻജിൻ റൂം വാഷ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഒരു 5-6 പോയിൻറ്റ്സ് ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക.